കോതമംഗലത്തുള്ള ഭാരത് ബെൻസിൻ്റെ ഷോറൂമിൽ വന്നതാണ്. നമ്മുടെ വണ്ടിക്ക് ഓൾറൗണ്ട് ഒരു ചെക്കപ്പ് നടത്തേണ്ട ആവശ്യമുണ്ട്. നേരത്തെ എൻട്രി ചെയ്താൽ നേരത്തെ തിരിച്ചു പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. ചെയ്യേണ്ട പണിയുടെ കാര്യങ്ങളെപ്പറ്റിയും വണ്ടിയിലുള്ള സാധനങ്ങളെപ്പറ്റിയും ഒരു ലിസ്റ്റ് സെക്യൂരിറ്റി എഴുതി വാങ്ങി. നമുക്ക് മുന്നേ വന്ന വണ്ടികളും ഇവിടെ കിടപ്പുണ്ട്. അതിനുശേഷം വെയിറ്റിംഗ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഡ്രൈവേഴ്സിനായിട്ട് പ്രത്യേകം ഒരു റൂം തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ് വിത്ത് AC. 3 കട്ടിലുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ മുകളിലത്തെ കട്ടിലിൽ ഞാൻ സ്ഥാനം പിടിച്ചു അല്പനേരം വിശ്രമിച്ചു. കോതമംഗലത്തുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട് ഷിഹാബ്. അവൻ്റെ നമ്പർ എടുത്ത് ഞാൻ അവനെ വിളിച്ചു. ഉച്ചയോടുകൂടി ഷിഹാബ് ഞങ്ങളെ കാണാനെത്തി. പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. ഭക്ഷണം അതിനു മുന്നേ ഞങ്ങൾ കഴിക്കുകയും ചെയ്തായിരുന്നു. എന്തെങ്കിലും കഴിച്ചേ മതിയാകൂ എന്ന് നിർബന്ധിച്ച് ഞങ്ങളെ കോതമംഗലം ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തണുത്തത് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോതമംഗലത്തുള്ള ബനാവിൽ അവിൽ മിൽക്സ് എന്ന ഒരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മെനു കാർഡ് നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരുന്നു പോയി. എന്ത് ഓർഡർ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. പിന്നെ അവൻ എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഷിഹാബുമായിട്ട് 2007 മുതൽ തുടങ്ങിയ സുഹൃത്ത് ബന്ധമാണ്. ഞങ്ങൾ ഒരുമിച്ച് സൗദി അറേബ്യയിലെ ആർക്കോൺ എന്ന കമ്പനിയിൽ വർഷങ്ങളോളം ജോലി നോക്കിയവരാണ്. പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് ഷിഹാബ് ഇപ്പം നാട്ടിൽ സെറ്റിൽഡാണ്. JCBയും ടിപ്പറും ഒക്കെ ആയിട്ട് ചെറിയ പരിപാടിയിലാണ്. ഈ തിരക്കിനിടയിലും ഞങ്ങളെ കാണാൻ ഓടി വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കമ്പനിയിലെ ജോലി ജീവിതത്തിൽ ഞങ്ങളുടെ ഓർമ്മയിൽ തങ്ങി നിന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്ത് ഞങ്ങൾ പിരിയാണ് ഉണ്ടായത്. തിരിച്ച് വീണ്ടും ഞങ്ങളെ ഷോറൂമിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് ഷേക്ക് ഹാൻഡ് തന്ന് ഷിഹാബ് സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും വണ്ടിയുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ടാകുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അതിനിയും ബാക്കിയുണ്ട്. അങ്ങനെ കുറേ നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്ത് ഏകദേശം 6:30 ഞങ്ങൾ വണ്ടിയുമായിട്ട് പുറത്തിറങ്ങി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം.